ഫോർജം എന്ന സംഘടന ഏകദേശം ഒരു 2 വർഷം ആവുന്നു ഇപ്പോൾ ഫോം ചെയ്തിട്ട്. അതിനു മുമ്പ് നമ്മൾ 2 വർഷത്തോളം വേറെ ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി ജെൻഡർ ജസ്റ്റിസ് എമംഗ് മുസ്ലിംസ് എന്നൊരു സംഘടനയായിരുന്നു. പിന്നെ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മൾ മാറ്റിയതാണ്, കാരണം ട്രാൻസ്ജെൻഡേഴ്സ് കൂടി അതിൽ ഉൾപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുസ്ലിം വിമൺസ് എന്ന് പറയുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. ലിംഗത്തിന് അതീതമായിട്ട് എല്ലാവർക്കും ജസ്റ്റിസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിംസ് എന്നുള്ളൊരു പേരിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ കാരണം. പ്രധാനമായിട്ട് നമുക്കറിയാം, ആ പാരൻ്റ് സംഘടനയായാലും ഈ സംഘടനയായാലും നമ്മൾ ലീഗലി, അതായത് ഈ ഒരു വിഷയം, അതായത് പാരമ്പര്യ സ്വത്തിൻ്റെ വിഷയത്തിലുള്ള ലീഗൽ ഇടപെടലാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള അജണ്ട. വാസ്തവത്തിൽ നമുക്ക് അതിൻ്റെ പേരിൽ തന്നെ കുറേ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇസ്ലാം സമുദായത്തിൽ എന്തെല്ലാം വേറെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഈ സ്വത്ത് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഉണ്ട്. ഒരുപക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം മലയാളികൾ നമ്മളെപ്പോഴും പറയാം നമ്മൾ മുന്നിലാണ് പല കാര്യങ്ങളിലും, കുറേയൊക്കെ അത് ശരിയുമാണ്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു, പരിഷ്കൃതിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ബഹുഭാര്യാത്വം ഒരു നാണക്കേടായിട്ട് തോന്നുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. പിന്നെയും തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടി ഒരു ഭാര്യാത്വത്തിലേക്ക് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കുടുംബ സംവിധാനത്തിലേക്ക് ഒരുവിധം മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാലവിവാഹം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള വലിയ പ്രശ്നങ്ങൾ. ചെറിയ കുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുക, 14 അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പേ തന്നെ, അതൊക്കെ നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിവാഹമോചനവും കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു ചിന്ത രീതികൾ മാറുന്നതിനനുസരിച്ച്, പരിഷ്കൃതിയിലേക്ക് മാറുന്നതിനനുസരിച്ച് മാറി വരാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പാരമ്പര്യ സ്വത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അത് സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് എൻ്റെ ഒരു അസസ്മെൻറ്റ് വാസ്തവത്തിൽ മലയാളിയുടെയും മാറ്റം തന്നെയാണ്. മലയാളി പരിഷ്കൃതിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ മലയാളി കമ്പോള സംസ്കൃതിയിലേക്ക് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്വത്ത് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ആർത്തിയുടെ ഒരു എലമെൻ്റായിട്ട് കൂടി വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ട സ്വത്ത് നമുക്ക് കിട്ടണം, ഒരു കുറച്ചുകൂടി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പാരമ്പര്യ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ പണ്ടത്തെ കാലത്തെ അമ്മാവന്മാരൊക്കെ പെൺമക്കൾക്കും ഒക്കെ നന്നായി വിട്ടുകൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ വളരെ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫാദർ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി. ഉപ്പാക്ക് കുറേ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അവർ കുറേ സ്വത്ത് കൃത്യമായിട്ടാണോ എന്ന് നമുക്കറിയില്ല, ഏതായാലും നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. പക്ഷേ പുതിയ കാലത്ത് അതിന് തയ്യാറാകാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കാലത്തിൻ്റെ മാറ്റം തന്നെയാണ്. കാലത്തിൻ്റെ മലയാളിക്ക് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്ന ഒരവസ്ഥ. നമുക്ക് കിട്ടേണ്ട സ്വത്ത് അത് ദൈവം പറഞ്ഞതാണ്, പടച്ചവൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺമക്കളിൽ നിന്ന് അല്ലെങ്കിൽ പെൺകുട്ടികളിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ശരിക്കും വാസ്തവത്തിൽ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു, ആദ്യം തുടക്കത്തിൽ ഈ ഒരു സംഘടനയിലേക്ക് വിളിക്കുന്ന സമയത്ത് എനിക്കും കുറച്ചൊക്കെ ഇത് മാത്രം, ഈ പാരമ്പര്യ സ്വത്തിൻ്റെ കാര്യം മാത്രം എന്തിനാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചേർന്നു, മനസ്സില്ലാ മനസ്സോടുകൂടി ചേർന്നു. അതിനുശേഷം ആദ്യം ഞാൻ കേട്ട ഒരനുഭവം ഒരു ഉമ്മയുടെ കഥയാണ്. പെൺമക്കൾ മാത്രമുള്ള ഒരു ഉമ്മ, മലപ്പുറത്തുള്ള ഒരു ഉമ്മയുടെ കഥയാണ്. നിങ്ങളൊക്കെ അത് കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ലഘുലേഖ തുടങ്ങുന്നതും അതൊക്കെ വെച്ചിട്ട് തന്നെയാണ്. ഭർത്താവ് ഗൾഫിലായിരുന്നു, വലിയ സമ്പാദ്യമൊന്നുമില്ല. പക്ഷെ ഒരു വീടുണ്ടാക്കുക എന്നുള്ള സ്വപ്നം എല്ലാവരെയും പോലെ, ഒരു ഗൾഫുകാരനെ പോലെ അദ്ദേഹത്തിനുണ്ടായി. കുറച്ച് വലിയ വീട് തന്നെ, ഒരു പക്ഷേ അത്ര ആവശ്യമില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞില്ല. പൂർത്തിയാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരേണ്ടി വരുന്നു. പിന്നെ അദ്ദേഹം ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഇയാൾ വാസ്തവത്തിലൊരു വണ്ടിയിൽ പച്ചക്കറി വിൽക്കുന്ന പണിയാണ് അയാൾ ഇവിടെ വന്നിട്ട് ചെയ്തിരുന്നത്. അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അതിനുശേഷം ഈ വീട് വലിയൊരു വീടാണ്, അത് പണി തീർന്നിട്ടില്ല, അതിനുവേണ്ടി കുറേ ലോൺ എടുത്തിട്ടുമുണ്ട്. ആ സമയത്ത് ഇവർ വിചാരിച്ചത്, ഉമ്മയും മക്കളും, പെൺമക്കൾ മാത്രമേ ഉള്ളൂ, 3 പെൺമക്കളേ ഉള്ളൂ,
ഇത് വിറ്റ് കളയാം, ഇത്രയും വലിയ വീട് നമുക്ക് വേണ്ട, നമുക്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റില്ല, ഇത് വിറ്റിട്ട് നമുക്ക് ചെറിയൊരു വീട്ടിലേക്ക് മാറാം, ഈ കടമൊക്കെ തീർക്കാം എന്ന് വിചാരിച്ച് അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇവരറിയുന്നത് ഇതിന് അവകാശികൾ വേറെയുണ്ട് എന്ന്. അങ്ങനെ വിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥ. അതിൽ വേറെ കുറേ സങ്കീർണതകൾ നമ്മൾ പിന്നീട് കേൾക്കേണ്ടായി. പക്ഷെ എങ്ങനെയായാലും ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു കേസിനെ പറ്റി കേട്ടപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ വളരെ ശക്തമായിട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിൽക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഈ ഇന്ത്യൻ അവസ്ഥയെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ അവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയേ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മുടെ നേതൃത്വത്തിലുള്ള കുറച്ച് പേര് കൃത്യമായിട്ട് പറയുമായിരുന്നു. അതിൻ്റെ പേരിൽ കുറേ കൺഫ്ലിക്റ്റുകൾ നമ്മുടെ ഗ്രൂപ്പിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം അത് മാറി വന്നിട്ടുണ്ട്, കുറേ മാറി വന്നിട്ടുണ്ട്. കാരണം കേരളത്തിലിരുന്നു കൊണ്ട് മുസ്ലിം അവസ്ഥയെ പറ്റി പറയുമ്പോൾ പലരും അത് ആ രീതിയിൽ എടുക്കാറില്ല. കാരണം ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് കുഴപ്പം എന്ന് പറയുന്ന മുസ്ലിങ്ങൾ നമുക്കിടയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു, വിശ്വാസികൾ തന്നെ. നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്നതൊക്കെ എവിടെയോ സംഭവിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്ന അന്യവൽക്കരണവും ക്രൂരമായ പീഡനങ്ങൾ വരെ, അവരുടെ ജീവനോപാധികൾ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയെ ഒക്കെ കൃത്യമായി മനസ്സിലാക്കാതെ, ഒരുപക്ഷെ അവരുടെ ജീവിതം കൊണ്ടാണ് അവർ ഇതിനെ അളക്കുന്നത്. ഇസ്ലാമിനെ അളക്കുന്നത് അവരുടെ മാത്രം ജീവിതം വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ വക്കീലന്മാരാണെങ്കിൽ അവർ കണ്ടിട്ടുള്ള ജീവിതങ്ങൾ വെച്ചിട്ടാണ് അത് അളന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു. കുറേ ഏറെ പേർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ SIR എന്ന ഒരു പ്രശ്നം ഇവിടെ വന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങൾക്ക് കുറച്ച് നല്ല ബോധം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. SIR എന്ന് പറയുമ്പോൾ ഒരു വോട്ടർ പട്ടിക പുതുക്കൽ മാത്രമല്ല, ഇത് നമ്മുടെ പൗരത്വം പോലും നഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനുള്ളൊരു സംവിധാനമാണ് എന്നുള്ളൊരു ബോധം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും വളരെ ശക്തമായിട്ട് ഉണ്ടാവുകയും വളരെ വലിയൊരു ഉണർച്ച മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും, അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ മാത്രമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, ജനാധിപത്യ വിശ്വാസികളായ കേരളത്തിലെ ധാരാളം ആളുകളിൽ ആ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആ വിഷയത്തിൽ ഇതൊക്കെ കുറേ വെറുതെ ഊതി വീർപ്പിച്ചുണ്ടാക്കിയതാണ് എന്നുള്ളൊരു രീതിയിലേക്ക് ജനാധിപത്യ വിശ്വാസികളായ കേരളത്തിലെ മുസ്ലിങ്ങൾ എത്തുകയും അത് വാസ്തവത്തിൽ നമ്മുടെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. ഇസ്ലാമോഫോബിക്കായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അത്തരം ആളുകളെ, അത്തരം രാഷ്ട്രീയക്കാരെയൊക്കെ തള്ളിക്കളഞ്ഞ ഒരവസ്ഥ. ഹക്കൊരു ഇടതുപക്ഷക്കാരനാണ്, അങ്ങനെയാണെങ്കിൽ പോലും ഞാനിത് പറയുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പോലും കൃത്യമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെയും ധാരാളം ഇത്തരം വിഷയങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ 12 സെൻറ്റ് ഭൂമിയും ഒരു വീടുമുള്ള ഒരാൾ മാത്രമല്ല, വലിയ ബിസിനസ് നടത്തിയിരുന്നൊരു മനുഷ്യൻ, അതും ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്. നല്ല ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടായിരുന്നൊരു മനുഷ്യൻ, തെക്കാണ്. അദ്ദേഹത്തിനൊരു മകള് വളരെ സ്മാർട്ടാണ്. മകൾക്കും ഈ ബിസിനസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ ഉള്ള എല്ലാം മിടുക്കുമുണ്ട്. പക്ഷേ ഈ ഉപ്പ പെട്ടെന്ന് മരിച്ചു പോകുന്നു. അതോടുകൂടി ഈ ബിസിനസ്സിൻ്റെ മേൽ പിടിമുറുക്കുന്നത് ഉപ്പയുടെ സഹോദരങ്ങളാണ്. നീ വീട്ടിലിരുന്നാൽ മതി, നീ പെണ്ണാണ്, നീ വീട്ടിലിരുന്നോളൂ, ഞങ്ങൾ ബിസിനസ് മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നൊരവസ്ഥ. നേരത്തെ ഹക്ക് പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കൈകടത്തലുകൾ ഉണ്ടാകുന്നൊരു കാറുണ്ട്, വീടുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ വരെ ഒന്നും ചെയ്യാനാവാത്ത ബന്ധുക്കളുടെ സിഗ്നേച്ചർ വാങ്ങി ഒഴിമുറി വാങ്ങേണ്ട ഒരവസ്ഥ മക്കൾക്കുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. അപ്പം ഇങ്ങനെ ധാരാളം കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടിങ്ങനെ. മുജീബുർ റഹ്മാൻ പറയുണ്ടായി, നീതിയുടെ മതമാണിത്, സമത്വത്തിൻ്റെ മതമാണ്, സന്ദേശങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് 1400 കൊല്ലം മുമ്പത്തെ ഒരു അറേബ്യൻ പശ്ചാത്തലത്തിലാണ് ഇത്തരം ചില കൺസെപ്റ്റുകൾ വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ കരിങ്കല്ലിൽ എഴുതി വെച്ച പോലെ ഖുർആനിലൊന്നും ശരീഅത്ത് 1, 2, 3 ഈ ഇതുപോലെ ക്രോഡീകരണം ഒന്നും ഖുർആനിലൊന്നുമില്ല. ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി ചില ചോദ്യങ്ങൾ അനുയായികൾ ചോദിക്കുമ്പോൾ അപ്പോഴത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ്. അതുമാത്രമല്ല, നേരത്തെ അദ്ദേഹം പറയുകയുണ്ടായി, ഹദീസ് എന്ന് പറയുന്നത് അയാൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഞാൻ
മറ്റേ ആൾ കേട്ടു. ഇങ്ങനെ ഒരു 7 8 ആളുകൾ നിരന്തരം പറഞ്ഞ് അതിൻ്റെ നമുക്കറിയാം, അങ്ങനെയാകുമ്പോൾ ആ കഥകളൊക്കെ നമുക്കറിയാം അതെങ്ങനെ മാറിപ്പോകുന്നു എന്നുള്ളത്. പിന്നെ ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഈ പുരുഷന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ ഹദീസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പിന്നെയുള്ളത്, ഹദീസാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞു, പുരുഷൻ്റെ പകുതിയാണ് സ്ത്രീക്ക് എന്ന് പറയുമ്പോൾ പകുതിയാണെന്നല്ല പറഞ്ഞത്, ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ സ്ത്രീയും ഒരു വ്യക്തിയാണ്, അവൾക്കും സ്വത്തവകാശമുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയാണ് വാസ്തവത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, അന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഒരു ഗോത്ര സംസ്കൃതിയായിരുന്നു. കുറേ ഒരു വീട്ടിൻ്റെ അകത്ത് തന്നെ പല ബന്ധുക്കൾ ഒന്നിച്ച് കഴിയുന്നു. ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്. ഭർത്താവിൻ്റെ തന്നെ വേറെ ഭാര്യമാരിലുള്ള മക്കളുണ്ടാവും, ഭാര്യയുടെയും വേറെ ഭർത്താവിലുണ്ടായിരുന്ന മക്കളും ഉണ്ടാവും. ഇങ്ങനെ ഒരു മിക്സ്ചറാണ് വാസ്തവത്തിൽ ഒരു വീട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ചില സംശയങ്ങൾ വരും. അത് പരിഹരിക്കാൻ വേണ്ടി ചില പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അതൊന്നും കല്ലച്ചിൽ കൊത്തിയ പോലെ ഒന്നുമല്ല. അതേപോലെ തന്നെ സ്വത്ത് എന്ന കൺസെപ്റ്റ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബാങ്ക് ബാലൻസോ അതല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യമോ ഇങ്ങനെയൊന്നും അല്ലല്ലോ അന്നുണ്ടായിരുന്നത്. അന്ന് എന്താ ഉണ്ടായിരുന്നത്? വാസ്തവത്തിൽ ഭയങ്കരമായ സ്ഥിതി സമത്വമില്ലായ്മ മുഹമ്മദ് നബി ഈ മതം കൊണ്ടുവരുന്ന കാലത്തുണ്ടായിരുന്നു. കാരണം ചിലർ വെറും പാവങ്ങൾ നൊമാഡ്സ് പോലെ, പക്ഷെ ചിലർ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് സ്വത്ത് എന്ന് പറയുമ്പോൾ എന്താണ് സ്വത്തുണ്ടായിരുന്നത്? ഒരുപക്ഷെ ഈന്തപ്പഴ കലവറ ഉണ്ടാവാം, കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം, ധാന്യങ്ങളുണ്ടാവാം, കുറച്ച് ചിലർക്കൊക്കെ ഈന്തപ്പഴത്തോട്ടങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പം ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാണ്. ആരാണ് അവകാശികൾ? അപ്പോൾ അതിൽ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സ്വത്ത് വിഭജിക്കുമ്പോൾ ഏതെങ്കിലും പാവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കും കുറച്ച് കൊടുത്തേക്കണം. അപ്പോൾ ഒരു കൊട്ട ഈന്തപ്പഴം കൊടുത്താൽ മതി അല്ലേ? ഇങ്ങനെയുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നാണ് സ്വത്തിനെ പറ്റിയുള്ളൊരു കൺസെപ്റ്റ് വേറെയാണ്, കുടുംബത്തെ പറ്റി മനുഷ്യബന്ധങ്ങളുടെ കൺസെപ്റ്റ് വേറെയാണ്. അതേപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മക്കളെ ആരാണ് സംരക്ഷിക്കേണ്ടത്? ആ വീട്ടിൻ്റെ അകത്തുള്ള ബാക്കി പ്രായമായ ആളുകളാണ് സംരക്ഷിക്കുക. സ്ത്രീകളുടെ കാര്യത്തിൽ വാസ്തവത്തിൽ അതൊരു തെറ്റായ വ്യാഖ്യാനമാണെന്ന് ധാരാളം പണ്ഡിതർ തന്നെ പറയുന്നുണ്ട്. അതായത് സൂറ അൽ നിസ സ്ത്രീയെ പറ്റിയുള്ള ആ ഒരു ഇതിൽ പറയുന്നത്, മരണപ്പെട്ട വ്യക്തിക്ക് മാതാപിതാക്കളോ മക്കളോ ഇല്ലെങ്കിൽ മാത്രമാണ് അമ്മാവന്മാർക്ക് അവകാശം. ഈ മക്കൾ എന്നുള്ളതിന് വലത് എന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വലതിന് രണ്ടർത്ഥമുണ്ട്. ആൺകുട്ടി, ബിന്ദു പെൺകുട്ടി, വലത് ആൺകുട്ടി എന്നുള്ള രീതിയിലും പറയാം, മക്കൾ എന്നുള്ള രീതിയിൽ കോമൺ ആയിട്ടും പറയാം. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളും പെടുന്നുണ്ട് അല്ലേ? മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളതൊക്കെ മാറ്റി ഫെമിനിസ്റ്റുകൾ അത് നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ശരിയാണ്, നമ്മൾ ഭാഷയിൽ പോലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ അന്ന് അങ്ങനെയായിരുന്നു. അപ്പം വലത് എന്ന് പറയുമ്പോൾ ആണും പെണ്ണും ഒക്കെ പെടുന്ന കുട്ടികളില്ലാത്ത ആളുകളുടെ സ്വത്തിന് അമ്മാവന്മാർക്ക് അവകാശമുണ്ടാകും എന്ന് പറഞ്ഞതിനെയാണ് എത്രയോ മഹാന്മാരായിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ് തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അബുൽ അല മൗദൂദി തന്നെ പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് മൗലവി, CN അഹമ്മദ് മൗലവി, മുസ്തഫ മൗലവിയുടെ ട്രാൻസ്ലേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർ എന്നുള്ളതിനെയാണ് വാസ്തവത്തിൽ ഇല്ലെങ്കിൽ സ്വത്തിന് അവർക്ക് അവകാശം ഉണ്ടാകും എന്നുള്ള രീതിയിൽ. ഈ വ്യാഖ്യാനങ്ങളിൽ പലതും പുരുഷൻ്റെ താല്പര്യം അനുസരിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് ശരീഅത്ത് നമ്മളെടുത്താലും അത് എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ യുക്തി എന്തായിരുന്നു? സ്ത്രീക്ക് പകുതി എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് ഒന്നും ഇല്ലാത്തടത്തു നിന്ന് സ്ത്രീക്ക് കൊടുക്കുന്നു. ഏറ്റവും നല്ല എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞത് മദ്യം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ മദ്യം മാത്രമേ കഴിക്കാൻ പാടില്ല എന്നാണ് പടച്ചവൻ പറഞ്ഞിട്ടുള്ളൂ, ലഹരിയൊക്കെ ഉപയോഗിക്കാം എന്ന് പറയണമെങ്കിൽ ഇത്ത സ്ഥിതി എന്താണ്? അപ്പോൾ എന്തുകൊണ്ട് മദ്യം വേണ്ട എന്ന് പറഞ്ഞു? ഈ ലഹരി മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്, സമൂഹത്തെ നശിപ്പിക്കുന്നതാണ് എന്നറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ യുക്തിയിലേക്ക് നമ്മൾ തിരിയുന്നില്ല. ഖുർആനിൽ തന്നെ പലവട്ടം ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുന്നില്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വലിയൊരു വിശ്വാസിയായി നിന്നുകൊണ്ടല്ല അത് പറയുന്നത്, പക്ഷേ ഖുർആൻ പലവട്ടം വായിച്ചിട്ടുള്ള ആളാണ്, ചരിത്രം ഒക്കെ വായിച്ചിട്ടുള്ള ആൾ എന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഏത് മതവും ആ ഉണ്ടായ കാലത്ത് വളരെ വിപ്ലവാത്മകമായ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റി ആയാലും ജൂതമതത്തിൻ്റെ തെറ്റുകളെ തിരുത്തിക്കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി വന്നിട്ടുള്ളത്.
അതേപോലെ ഇസ്ലാമും വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം വേറെയായിരുന്നു. ഗോത്രവർഗ്ഗക്കാരായ മനുഷ്യരുടെ അത്തരമൊരു പശ്ചാത്തലത്തിൽ വന്ന ഒരു മതമായിരുന്നു. വാസ്തവത്തിൽ സമത്വവും സാഹോദര്യവും തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. അത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീനാരായണ ഗുരുവും നിത്യചൈതന്യ യതിയും കരുണാകര ഗുരുജിയും ഒക്കെ ഇത് പറയുന്നുണ്ട്. അവരൊക്കെ മുത്തുനബി മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഈ നീതിയും സാഹോദര്യവും ഒക്കെ പറഞ്ഞൊരു മുഹമ്മദിനെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു നീതിശാസ്ത്രം തീർച്ചയായിട്ടും എല്ലാ മതങ്ങൾക്കുള്ള പോലെ ഇതിനുമുണ്ട്. പിന്നെ നമുക്കറിയാം, മതം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പിടിവള്ളി കൂടിയാണ്. അപ്പോൾ മതമൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം വളരെ ശോഭായമാനമായി എന്ന് പറയുന്ന യുക്തിവാദികൾ ധാരാളമായിട്ടുണ്ട്. അതൊക്കെ വെറും അത് പറ്റാത്തൊരവസ്ഥ കൂടിയാണ്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമുക്ക് അത്തരത്തിലുള്ളൊരു പിടിവള്ളി വേണം, ഭാവനയുണ്ട്, അദൃശ്യനായൊരു ദൈവത്തിൽ വിശ്വസിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട്. തീർച്ചയായിട്ടും പാരമ്പര്യ ജീർണതകളെ തള്ളിക്കൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഇസ്ലാം വന്നിട്ടും ഉള്ളത്. ഇനി ഈ പരിഷ്കരണം ഇസ്ലാമിക വിരുദ്ധമോ, ഇതും അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ഖുർആൻ പറയുന്നതിനെ പറ്റി, ഹദീസ് പറയുന്നതിനെ പറ്റിയും പറഞ്ഞു. ഖുർആൻ ഹദീസും ഒക്കെ വരുന്നത് മുഹമ്മദ് നബിയുടെ കാലത്താണല്ലോ. അതൊരു 6-ാം നൂറ്റാണ്ടിലാണ് അത് സംഭവിക്കുന്നത്. വാസ്തവത്തിൽ അതിന് ശേഷം അതൊന്നും റിട്ടൺ അല്ല. ഹദീസിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്, അക്കൂട്ടത്തിൽ ഇതുമൊക്കെ വരുന്നുണ്ടാവാം. 9-ാം നൂറ്റാണ്ടിലാണ് വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞ ഈ അൽ ഷാഫി അതും ഇറാഖിലാണ്. ഇതിൻ്റെ എത്രയോ ദൂരെയാണ്, മക്കത്ത് നിന്ന് എത്രയോ ദൂരെ. അപ്പോഴത്തേക്കും ഇസ്ലാം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ സുന്നി ഇസ്ലാം എന്ന് പറയുന്നത് ഒരു രാജഭരണത്തിൻ്റെ കീഴിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു ഖിലാഫത്തൊക്കെ പോയിട്ട് ഒരു രാജഭരണത്തിൻ്റെ കീഴിൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് അൽ ഷാഫിയെ പോലുള്ളൊരു പണ്ഡിതൻ, അവരുടെ ഒരു സ്കൂള്, അവരുടെ കുറേ ആളുകൾ ഇരുന്നു കൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു, ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ക്രോഡീകരിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചർച്ചകൾ പലതും നടക്കുന്നു. അങ്ങനെ പല സ്കൂളുകളായിട്ട് 4 സ്കൂളുകളായിട്ട് തിരിയുന്നുണ്ട്. അൽ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, അങ്ങനെ 4 സ്കൂളുകളായിട്ട് തിരിയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? യോജിപ്പില്ല. കാരണം ഒന്നും അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടൊന്നുമില്ല. യുക്തി ഉപയോഗിച്ചുകൊണ്ടും സാമൂഹ്യ പശ്ചാത്തലം നോക്കിക്കൊണ്ടും പല സ്കൂളുകളായിട്ട് തിരിയുന്നു. ഈ 4 സ്കൂളുകളുണ്ട്. അതിൽ ഷാഫിയാണ് പ്രധാനമായിട്ട് നമ്മുടെ മലബാർ തീരത്തൊക്കെ എത്തിയിട്ടുള്ളത്. അൽ ഷാഫിയാണ്. അതൊരു പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഹനഫി കാശ്മീർ, അവിടെയൊക്കെ ഈ ഹനഫി വ്യക്തി നിയമമാണ്. നമ്മുടെ വാസ്തവത്തിൽ ഈ നിയമങ്ങളെല്ലാം കാലത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നെതർലാൻഡ്സിലെ ഒരു അധ്യാപകൻ കൂടിയായ മെഹമൂദ് കൂരിയയുടെ ഇസ്ലാമിക് ലോസ് ഇൻ സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൃഹത് പുസ്തകമുണ്ട്. നിങ്ങളൊക്കെ വായിക്കേണ്ട പുസ്തകമാണത്. വാസ്തവത്തിൽ അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ പറ്റി അദ്ദേഹം റിസർച്ച് ചെയ്യുന്നു. ഇസ്ലാമിക നിയമങ്ങൾ എങ്ങനെയൊക്കെ സഞ്ചരിച്ചു. നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ അറബികൾ ഇവിടെ എത്തിയിട്ടുണ്ട്, റോമാക്കാരെത്തിയിട്ടുണ്ട്, മറ്റു പലരും എത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇസ്ലാമും എത്തുന്നത് നമുക്കറിയാം 6-ാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം, ഒരു പക്ഷേ ഒരു 11-12 ആയിരിക്കാം. 11-12 വാസ്തവത്തിൽ ഈ പൊന്നാനിയിൽ അവർ എത്തുന്നത്. പൊന്നാനിയിലെത്തുന്നു. അതിനുശേഷം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന പണ്ഡിതൻ, കേരളത്തിൻ്റെ ചരിത്രം കൂടി എഴുതിയിട്ടുള്ള, വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ള തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ നിയമപുസ്തകമാണ് വാസ്തവത്തിൽ ഫത്തഹുൽ മുഈൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിൽ വാസ്തവത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇദ്ദേഹം പറയണത് തന്നെയാണ്. കടലിലൂടെ ഒഴുകി വരുന്നു, ഓരോ പ്രദേശത്തെത്തുമ്പോഴും അവിടുത്തെ കൾച്ചറനുസരിച്ച്, അവിടുത്തെ വിശ്വാസങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളനുസരിച്ച്, പ്രാദേശിക നിയമങ്ങളനുസരിച്ച് ഇതെല്ലാം കലർന്നിട്ടാണ് ഈ നിയമങ്ങളൊക്കെ മാറി മാറി വരുന്നത്. അപ്പോൾ പൊന്നാനി വേറെ തന്നെയാണ്. ഷാഫി ആണെങ്കിൽ പോലും പൊന്നാനി സ്കൂള് വേറെ തന്നെ ഒരു സബ് സ്കൂളായിട്ട് അവിടെ ഉണ്ട്. ഇതാണ് വാസ്തവത്തിൽ കിഴക്കൻ ആഫ്രിക്കയിൽ സാൻസിബാറിലൊക്കെ പോയിരിക്കുന്നത് ഈ പൊന്നാനി സ്കൂളാണ്. പിന്നെ ശ്രീലങ്കയിൽ വരുന്നു. ഇങ്ങനെ വന്നിട്ട് ഇന്ത്യൻ ഓഷനിലൂടെയാണ് ഈ മുസ്ലിങ്ങൾ സഞ്ചരിക്കുന്നതും ഇസ്ലാം സഞ്ചരിക്കുന്നതും ഇസ്ലാമിക നിയമങ്ങളും സഞ്ചരിക്കുന്നതും. ഈ മെഹമൂദ് ഗൂരിയ പറയുന്നൊരു കാര്യമുണ്ട്, there is nothing like Islamic law unless it is contextualized and provincialized. അതായത് ഒരു പശ്ചാത്തലം,
ഒരു പ്രദേശമോ അല്ലെങ്കിൽ പശ്ചാത്തലമോ അതുമായിട്ട് കലരാതെ ഒരൊറ്റ ഇസ്ലാമിക നിയമങ്ങളും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഷാഫിയുടെ ഒരു കവിത പോലും അദ്ദേഹം അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒഴുകുന്ന വെള്ളമാണ് ശുദ്ധമാവുക, ഒഴുകുകയാണ്, നമ്മുടെ അറിവുകൾ ഒഴുകുകയാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ ഇത് ശുദ്ധമാകുന്നുള്ളൂ. കെട്ടിക്കിടക്കുന്ന വെള്ളം അശുദ്ധമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവനാണ് സത്യം കണ്ടെത്തുക എന്ന് ഷാഫി പറയുന്നൊരു കവിതാശകലവും അദ്ദേഹം അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇതിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങളിൽ നമ്മൾ സാധാരണ മുസ്ലിങ്ങളെ പറ്റി പറയുക, ആണിൻ്റെ പകുതിയെ പെണ്ണിനുള്ളൂ. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ സ്ത്രീകൾ ആ രീതിയിലാണ്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കാത്തവരും സാധാരണ പറയാറുള്ളത് അതുമാത്രമാണ്, പുരുഷൻ്റെ പകുതിയെ സ്ത്രീക്കുള്ളൂ. അതെന്ത് നീതി അല്ലേ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സമത്വം നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് പകുതിയാവുന്നു? അതിൻ്റെ കാരണം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് ഏറ്റവും വലിയ കുരുക്കായിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ പെൺകുട്ടികൾ മാത്രം ഉള്ള അവസ്ഥയാണ്. അതിൻ്റെയും നമ്മൾ പറഞ്ഞു, അത് ശരിക്കും വാസ്തവത്തിൽ ഖുർആനിൽ പറഞ്ഞതിനെ ഒരു ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ് എന്നാണ് പണ്ഡിതരായ പലരുടെയും അഭിപ്രായം. മൂന്നാമതായിട്ട് വളരെ നമുക്ക് മനുഷ്യവിരുദ്ധമായിട്ട് തോന്നുന്നത് പേരക്കുട്ടികൾ, അതായത് ഗ്രാൻഡ് പാരൻസ് ജീവിച്ചിരിക്കുന്നു, മകൻ മരിക്കുന്നു, അപ്പോൾ മകൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കിട്ടാത്ത ഒരവസ്ഥ. അതെന്തുകൊണ്ടാണ്? അത് ശരിക്കും അനീതിയല്ലേ എന്ന് നമ്മൾ ആലോചിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുടുംബ വ്യവസ്ഥ തന്നെയാണ് അന്നത്തെ കാലത്തെ ഒരു കുടുംബ വ്യവസ്ഥയിൽ. ഈ കുഞ്ഞുങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഇതാരാണ് ഈ സ്വത്ത്, ഈ കുട്ടികളുടെ സ്വത്ത് സൂക്ഷിക്കേണ്ടതും അവർ പ്രായപൂർത്തിയാവുന്നവരെ അത് സംരക്ഷിക്കേണ്ടതും അവിടെയുള്ള അമ്മാവന്മാരൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആണ്. അത്രയേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ അവർക്ക് കൊടുക്കാനേ പാടില്ല, പുറത്തിറങ്ങി പോയിക്കോളൂ എന്ന് പറയുന്നൊരവസ്ഥ ഇന്നത്തെ ഈ ഒരു കമ്പോളവൽകൃത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾക്ക് എടുക്കേണ്ടി വരും. ആ ഒരു ആർത്തി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കതിനെ എടുക്കാൻ പറ്റുള്ളൂ. വേറൊന്നുള്ളത്, ഈ പണ്ടത്തെ കാലത്തെ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും സൗദി അറേബ്യയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഡൈവോഴ്സ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ അധികം വൈകാതെ കല്യാണം കഴിക്കും. അവൾക്ക് വേറെ കല്യാണം കഴിക്കാനുള്ള സ്കോപ്പുണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, ഒരു ഭർത്താവ് മരിച്ചാൽ ഡൈവോഴ്സ് ആയാൽ പിന്നെ ആ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെടുക, കുഞ്ഞുങ്ങളില്ലെങ്കിലും വിധവയായിട്ട് അല്ലെങ്കിൽ ഡൈവോഴ്സി ആയിട്ട് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥയല്ല. സൗദി അറേബ്യയിൽ 7 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഉടനെ വിവാഹം കഴിക്കുകയാണ് അവർ. 3 മാസത്തെ അവരിത് കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ഈ കുട്ടികൾ എവിടെ പോകും? കുട്ടികൾ അച്ഛൻ്റെ വീട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ സ്വത്ത് ഇവരാണ്, ഈ അച്ഛൻ്റെ ബ്രദേഴ്സ് ഒക്കെയാണ് നോക്കുക. അത്രേ ഇതുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു മകൻ മരിച്ചു, ഒരു അമ്മ ഡൈവോഴ്സ്ഡ് അമ്മയാണ്, അല്ലെങ്കിൽ അച്ഛൻ നോക്കുന്നേ ഇല്ല, അച്ഛൻ എവിടെയോ ആണ്, അച്ഛൻ നോക്കാതെ പോയി. അമ്മ ഈ കുട്ടിയെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ആരുടെയെങ്കിലും അടുക്കളയിൽ പണിയെടുത്തിട്ടായിരിക്കും ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി നല്ലൊരു പൊസിഷനിലെത്തി, സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകൻ പെട്ടെന്ന് മരിച്ചു പോവുക. അപ്പോൾ മകനുണ്ടാക്കിയ സ്വത്ത് ആർക്ക് പോവും? ആർക്കാണ്? നമ്മുടെ നീതിബോധം അനുസരിച്ച് അമ്മയ്ക്കല്ലേ വരേണ്ടത്? അല്ല, 5/6 അച്ഛന് പോവും, 1/6 ഈ കഷ്ടപ്പെട്ട അമ്മയ്ക്ക് കിട്ടുള്ളൂ നിയമപരമായിട്ട്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അനീതികൾ നിലനിൽക്കുന്നത് നമ്മൾ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഖുർആനിൽ പറയുന്ന നീതിബോധത്തെ മനസ്സിലാക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ അത് ഖുർആനികമാണ് എന്ന് പറയാൻ സാധ്യമല്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇനി എന്തുകൊണ്ട് ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നു? ജനാധിപത്യ രാജ്യമായ അതിൽ നമ്മുടെ ആമുഖത്തിൽ തന്നെ, ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത് സമത്വം, സാഹോദര്യം, നീതി എന്നൊക്കെയാണല്ലോ അല്ലേ? ഓക്കെ, സമത്വം, സാഹോദര്യം, നീതി, ഓക്കെ. അപ്പോൾ ഇതിനെതിരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 13 അവിടെ ഉണ്ട്. ഞാൻ ഒരു നിയമവിദഗ്ധയൊന്നുമല്ല, ഇതിനു വേണ്ടിയൊക്കെ വായിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 13 പറയണത്, ഇത് നമ്മൾ 1937 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധികാരികൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിച്ചതാണ്. വാസ്തവത്തിൽ ഇന്ത്യയിലും സംഭവിച്ചിരുന്നത് പല മതങ്ങളുടെയും വിശ്വാസങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഈ സ്വത്ത് വിഭജനവും ഒക്കെ ആയിട്ട് ഭയങ്കരമായ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ ഇസ്ലാമിലെ തന്നെ ഈ ഒരു സ്ത്രീക്ക് വിവാഹമോചനത്തിന് അവകാശമുണ്ട്
എന്നുള്ള, അല്ലെങ്കിൽ സ്ത്രീക്ക് പകുതിയെങ്കിലും അവകാശമുണ്ട് എന്നുള്ളത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇസ്ലാമാണ് എന്നാണ് പറയുന്നത്. അതുവരെ ഇവിടെയും ഇല്ലായിരുന്നു സ്ത്രീക്ക് അവകാശം. പക്ഷെ അതാദ്യമായിട്ട് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഇസ്ലാമാണ്. അതേപോലെ തന്നെ സ്ത്രീക്ക് വിവാഹം ഒരു കോൺട്രാക്റ്റാണ്, അല്ലാതെ അതൊരു കെണിയല്ല, അതിൽ പെട്ട് കിടക്കേണ്ട ഒരു കെണിയല്ല. അതൊരു കോൺട്രാക്റ്റാണ്. അത് ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പുരുഷന് പുറത്ത് പോകാം, അല്ലെങ്കിൽ സ്ത്രീക്കാണ് ഇഷ്ടമെങ്കിൽ സ്ത്രീക്ക് പുറത്ത് പോകാം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുപോലെ തീരുമാനിച്ചിട്ട് വിട്ടുപോകാം. മൊറത്ത എന്ന് പറയുന്ന ഇസ്ലാമിലെ രണ്ടുപേരും ഒന്നിച്ച് ഒപ്പിട്ടിട്ട് മതിയാക്കാവുന്ന വിവാഹമോചനം ഉണ്ട്. ഇതൊക്കെ കൊണ്ടുവന്നൊരു മതമാണ് വാസ്തവത്തിൽ ഇസ്ലാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ചെയ്തത് ഭിന്നിപ്പിച്ച് ഭരിക്കുക. അവർക്ക് ആവശ്യം ബ്ലോക്കുകളായിട്ട് നിൽക്കുകയാണ്. ഇസ്ലാം വേറെ, പ്രത്യേകിച്ച് അവർക്കും അവരുടെ മനസ്സിലും ബ്രിട്ടീഷുകാർക്ക് ഒരു ആൻറ്റി മുസ്ലിം ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഒരുപക്ഷെ നമുക്കറിയാം, തുടക്കത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പറയുന്നതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളത് വാസ്തവത്തിൽ ദരിദ്രരായ മുസ്ലിങ്ങളാണ്. അതേപോലെ തന്നെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മൾ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1885 അല്ലേ, 85 അതിൽ മുസ്ലിങ്ങളാണ് വാസ്തവത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള ഒരു വിരോധം വാസ്തവത്തിൽ ബ്രിട്ടീഷ് കോളനി വർഗത്തിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർ വിചാരിച്ചിരുന്നത് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണരും വലിയ ഹൈ ക്ലാസ് ആളുകളൊക്കെ തന്നെയാണ്. ഈ ദളിതരെ പോലും അവർ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അവർ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്കൊരു നിയമം വളരെ എന്താ പറയേണ്ടത്, ഇപ്പോൾ നമുക്കറിയാം മരുമക്കത്തായ നിലനിൽക്കുന്ന മുസ്ലിങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള, അപ്പോൾ മുസ്ലിം നിയമം എടുത്തിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ട്. ഈ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയാണത്രേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം മാറ്റിയിട്ട് മുസ്ലിങ്ങൾക്കൊരു നിയമം, ശരീഅത്ത് നിയമം 1937 കൊണ്ടുവരുമ്പോൾ അതിന് അവർ ആസ്പദമാക്കിയത് നിങ്ങൾക്കെല്ലാം അറിയാം. മുല്ല എന്ന് പറയുന്ന അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, പക്ഷെ ഒരു പാഴ്സി ആയിരുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 4 വിഭാഗം, ഷാഫി, ഹനഫി, ഹംബലി, അവരുടെയൊക്കെ പല 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 ബുക്കുകൾ ഇറങ്ങിയിരിക്കുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. 9-ാം നൂറ്റാണ്ടിൽ തുടങ്ങി പുസ്തകങ്ങൾ ഇറങ്ങുന്നത് 13-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, ഈ പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് 1937 ഈ ഒരു നിയമം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയമത്തിൽ പക്ഷേ ഈ പിന്തുടർച്ചാവകാശ നിയമത്തിൻ്റെ അവിടെ വരുമ്പോൾ അദ്ദേഹവും കാര്യമായിട്ട് ഈ ക്രോഡീകരണമൊന്നും നടത്തിയിട്ടില്ല. അത് ശരീഅത്ത് അനുസരിച്ച് നടക്കട്ടെ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ശരീഅത്ത് അനുസരിച്ച്. അപ്പോൾ ശരീഅത്ത് ഏതാണ്? ശരീഅത്ത് ഓരോ പ്രദേശത്തും ഓരോരുത്തർ തീരുമാനിച്ചിട്ടുണ്ടാവും, ഒരു മഹല്ലുകൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് വില്ലേജ് ഓഫീസർമാർ, രജിസ്റ്റർ ഓഫീസർമാരൊക്കെ അത് തന്നെ പോകുന്നുണ്ടാവും. പക്ഷെ കോടതിയിലെത്തുമ്പോൾ ജഡ്ജ് ആകെ പകച്ചു പോകും. ജഡ്ജ് പലപ്പോഴും മുസ്ലിം ആയാൽ പോലും ഇതൊന്നും അറിയില്ല. അപ്പോൾ ഇതെല്ലാം പഠിക്കാൻ തുടങ്ങും. ഇതൊക്കെ പഠിക്കാൻ സഹായിക്കുന്നത് വക്കീലന്മാരായിരിക്കും, പുരുഷൻ്റെ വക്കീലായിരിക്കും. അയാളൊരു ബുക്ക് കൊണ്ടു കൊടുക്കും, അത് വായിക്കും. അപ്പോൾ അതനുസരിച്ച് ജഡ്ജ്മെൻറ്റ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ശരീഅത്ത് അനുസരിച്ചുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ വിധികൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്തുകൊണ്ട്, അപ്പോൾ ഈ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഭരണഘടനയിലെ പല ആർട്ടിക്കിളുകളും സമത്വം ഇതൊക്കെ പറയുന്നുണ്ട്. 13, 14, 15, 21 ഇതൊക്കെ മനുഷ്യ സമത്വത്തിനും അതേപോലെ തന്നെ ഇതും മതസ്വാതന്ത്ര്യം, മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പകുതി ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾ ഖണ്ഡിച്ചുകൊണ്ടല്ലല്ലോ. അതവിടെ ഉണ്ടല്ലോ, ആ ഒരു ചോദ്യം അവിടെ ഉണ്ട്. എന്തുകൊണ്ട് അംബേദ്കറെ പോലെയുള്ളൊരു വലിയ വ്യക്തി ഇങ്ങനെ ഒരു ഭരണഘടന വന്നപ്പോഴും അത് ഇതുപോലെ തന്നെ വെച്ചു? 1937 ശരീഅത്ത് നിയമം തന്നെ സ്വീകരിക്കാൻ കാരണം നമുക്ക് ആലോചിച്ചാലറിയാം അന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത്. 1947 വിഭജനത്തിൻ്റെ വലിയ മുറിവുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പരസ്പരം വെട്ടിമരിക്കുന്നു. 18 ലക്ഷത്തോളം ആളുകൾ വെട്ടിമരിച്ച ഒരു വലിയ ഇന്ത്യയുടെ ഒരു മുറിവാണ്. നമ്മളൊന്നും അത് ആ രീതിയിൽ അനുഭവിച്ചിട്ടില്ല. നോർത്ത് ഇന്ത്യക്കാർക്ക്
ഇൻഡിപെൻഡൻസ് അല്ല, അവർക്ക് പാർട്ടീഷനാണ്. പാർട്ടീഷൻ്റെ അനുഭവങ്ങളാണ് അവർ പറയുക, ഇൻഡിപെൻഡൻസിൻ്റെ ഒന്നുമല്ല, പാർട്ടീഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്ന, ഇതൊക്കെ സംഭവിക്കാമെന്ന് മുൻകൂട്ടി കണ്ടിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ കൂടിയായിരുന്നു നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ അവർ അന്ന് ചെയ്തത്, അംബേദ്കറും ചെയ്തിട്ടുള്ളത്, ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവാൻ പാടില്ല, അവർ ഇൻസെക്യൂർ ആവാൻ പാടില്ല. അതുമല്ല, എന്തുകൊണ്ട് അത് ഒരു ഇസ്ലാം കൺട്രി ആയപ്പോൾ ഇത് ഹിന്ദു കൺട്രി ആയിട്ടില്ല എന്നിപ്പോൾ ഹിന്ദുത്വയുടെ വക്താക്കളുടെ ചോദ്യം അതാണ്, അത് സാധിക്കില്ല എന്നുള്ളതാണ്. സാധിക്കില്ല, കാരണം ദ റെസ്റ്റ് ഓഫ് ദ ലാൻഡ് എല്ലാ തരത്തിലുള്ള സാംസ്കാരിക വൈവിധ്യങ്ങൾ, ഭാഷാ വൈവിധ്യങ്ങൾ ഇല്ലേ, 6 മതങ്ങളും 6400 ജാതികളും 18 ഭാഷകളും 1400-ലധികം ഉപഭാഷകളും ഒക്കെയുള്ള ഒരു അത്ഭുത പ്രദേശമാണിത്. ആ ഒരു അത്ഭുത പ്രദേശത്തിനെ ഒന്നിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ ജനാധിപത്യമല്ലാതെ വേറൊരു വഴിയില്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെ വേറെയും കഷ്ണമായിട്ട് നമ്മൾ പോകുമായിരുന്നു. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാർ ചെയ്ത ഒന്നാണ് വാസ്തവത്തിൽ. തൽക്കാലം ഇതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, പക്ഷേ ഭാവിയിൽ ഇത് മാറ്റി ഇന്ത്യക്ക് അനുസൃതമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള എല്ലാ മതങ്ങളുടെയും നിയമങ്ങളിൽ നിന്ന് നല്ലതെടുത്തുകൊണ്ടുള്ള ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കണം എന്ന് ആർട്ടിക്കിൾ 44 പാർട്ട് 4 ആർട്ടിക്കിൾ 44 എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ എപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ശരിക്കും പറയുകയാണെങ്കിൽ ഹിന്ദു ആക്ട് കുറേയൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്, കുറച്ച്, ഇപ്പോഴും എത്രയോ ഇനിയും പരിഷ്കരിക്കാനുണ്ട്. ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും വലിയ എതിർപ്പ് വരിക ഹിന്ദു സമൂഹത്തിൽ നിന്നായിരിക്കും, അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുണ്ട്. ക്രിസ്ത്യൻ നമുക്കറിയാം, മേരി റോയുടെയൊക്കെ ഫൈറ്റ് നമുക്കറിയാം. മേരി റോയ്, അരുന്ധതി റോയുടെ അമ്മയായ മേരി റോയുടെ 70കൾ മുതലെങ്ങാനാന്ന് തോന്നുന്നു അവർ ഫൈറ്റ് തുടങ്ങിയിട്ട്, അല്ലേ? 86 അത് സാങ്ഷനായി. എന്നിട്ട് പിന്നെയും അതിനെതിരെ അപ്പീലുകൾ വരുന്ന അവസാനം 2012 മറ്റാണ് സ്ത്രീക്ക്, ക്രിസ്ത്യൻ സ്ത്രീക്ക് പുരുഷനോടൊപ്പം തന്നെ ഷെയർ കിട്ടും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നത്. പക്ഷെ അത്രയും പോലും ഇസ്ലാമിലുണ്ടായിട്ടില്ല. ഇസ്ലാമിൽ എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ നിരന്തരം ഈ പൗരോഹിത്യ സമൂഹം, പുരുഷ സമൂഹം അതിനെ എതിർത്തു എന്നുള്ളതാണ് നമുക്കറിയാം. ഷൈറ ബാനു അല്ലേ, ഷൈറ ബാനു കേസിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്, ഷബാനു കേസിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതൊരു ക്രിമിനൽ കേസായിരുന്നു വാസ്തവത്തിൽ. ഭർത്താവ് ഡൈവോഴ്സ് ചെയ്തു പ്രായമായ ഭാര്യനെ. അപ്പോൾ ചെലവിന് കിട്ടണം എന്നാണ് അവർ കേസ് കൊടുത്തത്. അതിൻ്റെ വിധി അവർക്ക് ചെലവിന് കൊടുക്കണം എന്നായി മാസം. അത് ഇസ്ലാമിക വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങൾ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് അത് മാറ്റി ഒരു ജീവനാംശം കൊടുത്താൽ മതി, ഡൈവോഴ്സായാൽ ഒരു ജീവനാംശം കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1939 ഒരു ഫസ്ക് എന്ന് പറയുന്ന സ്ത്രീക്കും ഈ ഡൈവോഴ്സ് ചോദിച്ചു വാങ്ങാം, പക്ഷെ നിയമപരമായിട്ടേ പറ്റുള്ളൂ. പുരുഷന് എക്സ്ട്രാ ജുഡീഷ്യലായിട്ട് തന്നെ ചെയ്യാം. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ഖുല എന്നുള്ള സ്ത്രീക്കും എക്സ്ട്രാ ജുഡീഷ്യലായിട്ട് തന്നെ കോടതിയിൽ പോവാതെ തന്നെ എഴുതി കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് അപ്പീൽ പോയിട്ടുണ്ട് ജമാഅത്ത് കൗൺസിലൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാനില്ല, പല കാര്യങ്ങളിലും മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് തൊടാൻ പറ്റില്ല, പിന്തുടർച്ചാവകാശ നിയമം തൊടാൻ പറ്റില്ല. അതിൻ്റെ കാരണവും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് UCC ആയിക്കൂടാ എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. UCC എന്തുകൊണ്ട് ആയിക്കൂടാ? ഞാനൊക്കെ UCCയെ പണ്ട്, UCC എന്ന് പറയുമ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ. പക്ഷേ അത് 2014 മുമ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രിപ്പിൾ തലാഖ് ബില്ല് എന്താണ് ചെയ്തത് എന്നറിയാം. മുസ്ലിം സ്ത്രീകളോടുള്ള ഭയങ്കര കരുണ കൊണ്ടുണ്ടാക്കിയതാണ് ട്രിപ്പിൾ തലാഖ് ബിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാക്കിയത് തലാഖ് ചെല്ലുന്ന പുരുഷനെ ക്രിമിനൽ കുറ്റം ചുമത്തി ജയിലിലടക്കാം എന്നുള്ള. അത് എങ്ങനെയായാലും നീതിയല്ല എന്ന് നമുക്കറിയാം. ഇസ്ലാമിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിയമമായിരുന്നില്ല വാസ്തവത്തിൽ അത്. പിന്നെ നമുക്കറിയാം CAA വന്നല്ലോ ഇല്ലേ, സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട്. പുറത്തുനിന്ന് വരുന്ന മുസ്ലിങ്ങളല്ലാത്ത എല്ലാവർക്കും
സിറ്റിസൺഷിപ്പ് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഇസ്ലാമിക വിരുദ്ധത ഈ നിയമനിർമ്മാണങ്ങളിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഈവൻ ദളിത് വ്യക്തികൾക്ക് വരെ അവർക്കറിയാം ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് കെ കൊച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഏകീകൃത സിവിൽ കോഡ് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു മനുസ്മൃതി അനുസരിച്ചുള്ള ഒന്നായിരിക്കും, സ്ത്രീ വിരുദ്ധമായിരിക്കും, ദളിത് വിരുദ്ധമായിരിക്കും, ഇവരിതെല്ലാം അഴിച്ചു പണിയും എന്നുള്ള ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് ഏകദേശം ആളുകൾക്കൊക്കെ കേരളത്തിലുള്ളവർക്കും ബോധ്യമായി വരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എക്സ്ക്ലൂഷൻ ഇൻ ദ ഗൈസ് ഓഫ് ഇൻക്ലൂഷൻ, നിയമങ്ങൾ പലതരത്തിൽ ഇപ്പം എനിക്ക് പറയാൻ ഞാൻ വിട്ടുപോയൊരു കാര്യം, ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഡൽഹിയിൽ നടക്കുകയുണ്ടായി കഴിഞ്ഞ ഡിസംബറിൽ. അതിൽ ഫോർജമിൻ്റെ വക്താവായിട്ട് പങ്കെടുക്കാനുള്ള ഒരു അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു ജർമ്മൻ യൂണിവേഴ്സിറ്റി ഓർഗനൈസ് ചെയ്തതായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു തീം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഫാമിലി ലോ ഡെമോക്രസി. ഫാമിലി ലോ ഡെമോക്രസി. അപ്പോൾ ഒരു കുടുംബത്തിനെ ചുറ്റിപ്പറ്റിയുള്ള നിയമങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ നിലനിർത്തുന്നു, എങ്ങനെ മാറ്റുന്നു എന്നത് നോക്കിയിട്ട് ഒരു ജനാധിപത്യം, ഒരു രാജ്യത്തെ ജനാധിപത്യം എങ്ങനെയാണ് എന്ന് അസസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവർ പല രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളിൽ നടത്തിയാൽ ഇന്ത്യയിലെ ഇതായിരുന്നു ഈ കോൺഫറൻസ്. ഇന്ത്യയിൽ അങ്ങോളമുള്ള ആളുകൾ വന്നിരുന്നു. ഞാൻ നമ്മുടെ ഈ ഫോർജമിനെ പറ്റിയും ഈ SMA രജിസ്ട്രേഷനെ പറ്റിയും വളരെ താല്പര്യത്തോടു കൂടിയാണ് അവർ SMA രജിസ്ട്രേഷനെ പറ്റി കേട്ടത്. കേരളത്തിലെ മനുഷ്യർ, മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മുടെ പ്രവർത്തന അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പ്രവർത്തന മേഖലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 2015 ഹൈക്കോടതിയിലേക്ക് ഇത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിയമം, നിസയും അതേപോലെ തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, നമ്മുടെ ചേകന്നൂർ മൗലവിയുടെ കേസ് പോയത്. അങ്ങനെ നമ്മുടെ ഈ മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ നമ്മൾ അതിന് സഹായിക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം നമ്മളൊരു ഇൻ്റർവെൻഷണൽ സ്യൂട്ട് കൂടി ഒരു 2 വർഷമായെന്ന് തോന്നുന്നു അല്ലേ, നമ്മളും ചെയ്തു. ഫോർജം എന്നുള്ള നിലയിൽ ഒരു ഇൻ്റർവെൻഷണൽ സ്യൂട്ട് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മേരി റോയുടെ കേസിൽ നമുക്കറിയാം എത്ര ദശകങ്ങൾ എടുത്തിട്ടാണ് ഒരു റിസൾട്ട് വന്നത്. അതുപോലെ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ്. ഇപ്പം എടുക്കുമെന്ന് പറയല്ലാതെ അത് എടുക്കുന്നില്ല. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ ഈ നിയമം മാറ്റിയതുകൊണ്ട് മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉള്ളത്. നമ്മൾ ഈ സെമിനാറുകളൊക്കെ എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? വലിയ സെമിനാറുകളും ചെറിയ സെമിനാറുകളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് നടത്തി, കൊടുങ്ങല്ലൂർ നടത്തി, എറണാകുളത്ത് നടത്തി, വയനാട്ടിൽ നടത്തി. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ സെമിനാറുകൾ നടത്തുകയും ആളുകളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പല സ്ത്രീകൾക്കും ഭയമാണ്. നമ്മൾ ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലേ, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് ഈ മൗലവിമാരും ഒക്കെ, അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ സ്വർഗത്തിൽ പോവില്ല, നീ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന. അപ്പോൾ ഇസ്ലാമിക വിരുദ്ധത, ഖുർആൻ വിരുദ്ധത എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഭയമുണ്ടാക്കുന്നുണ്ട് ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭയത്തെ മാറ്റിയെടുക്കുക, ഒരു പൊതുജന എന്താ പറയുക, അവരെ ഈ വിഷയങ്ങൾ കൃത്യമായിട്ട്, ഇത് ഇസ്ലാമിക വിരുദ്ധം അല്ല, നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രഭാഷകൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ, ഇതെല്ലാം ചേഞ്ച് ചെയ്യണം, കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട്. സ്ത്രീക്ക് എന്തുകൊണ്ട് പകുതി? അന്നത്തെ കാലത്ത് സ്ത്രീക്ക് പണിയൊന്നും, ഇപ്പോഴും ആൾക്കാർ പറയണത് തന്നെയാണ്. സ്ത്രീക്ക് എന്താ, സ്ത്രീക്ക് കിട്ടുന്ന സ്വത്ത് മുഴുവൻ സ്ത്രീക്ക് ഉപയോഗിക്കാമല്ലോ, അവളുടെ ഷോപ്പിംഗ് സാധനങ്ങൾക്കും ഒക്കെ അവളുടെ സ്വത്ത് ഉപയോഗിക്കാമല്ലോ, പുരുഷനല്ലേ വീട് നോക്കുന്നത്. ആ സത്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാലോ. പല കുടുംബങ്ങളും നിലനിർത്തുന്നത് പോലും സ്ത്രീയാണ് അല്ലേ, സ്ത്രീയുടെ സ്വത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ശമ്പളം കൊണ്ടാണ് നിലനിർത്തുന്നത്. ആ സമയത്തും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. പിന്നെ മറ്റൊന്നുള്ള എനിക്ക് പറയാനുള്ള, സ്ത്രീധനം കിട്ടുന്നുണ്ടല്ലോ, അവൾക്ക് സ്ത്രീധനം കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്താ പകുതി സ്വത്ത് പോരെ? സ്ത്രീധനം ആര് ചോദിച്ചു? ചോദിക്കാൻ പാടില്ല. ഞാനിപ്പോൾ അത് പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത്, സ്ത്രീധനം നമുക്കൊരു കുരുക്കാണ്. മുസ്ലിം സ്ത്രീക്ക്, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഒരു കുരുക്കാണ്. കാരണം നമുക്കറിയാം, തീർച്ചയായിട്ടും ആങ്ങളമാരും ഉപ്പമാരും ഒക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കുട്ടിക്ക് വേണ്ട സ്ത്രീധനം ഒരുക്കി കൊടുക്കുന്നത്. പലപ്പോഴും കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും സ്ത്രീധനം ഒപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ അവളുടെ അനുഭവം നമുക്കറിയാം, നടക്കുന്ന കേസുകളിലൊക്കെ ഉള്ള അനുഭവങ്ങൾ.
അപ്പോൾ അവൾക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ വയ്യ. തിരിച്ചു വന്നാൽ അവളെ പിന്നെയും നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുന്ന ഒരവസ്ഥയിൽ എനിക്കും അവകാശമുണ്ട് ഈ വീട്ടിൽ എൻ്റെ ആങ്ങളയോടൊപ്പം എന്ന് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഈ ഭാരിച്ച സ്ത്രീധനവുമായിട്ട് അങ്ങോട്ട് പോകരുത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൊണ്ട് നടക്കേണ്ട ഒന്നാണ്. നമ്മൾ നിയമ കമ്മീഷന് കൊടുത്ത ഒരു നിവേദനമുണ്ടായിരുന്നു 2021 എൻ്റെ ഓർമ്മ. 2016 നിയമ കമ്മീഷനെ വെച്ചു UCC നടപ്പിലാക്കാൻ വേണ്ടി. അവർ റിപ്പോർട്ട് 2018 കൊടുത്തു. UCC എങ്ങനെയായാലും ഇന്ത്യയിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ സാധിക്കില്ല എന്ന് ഈ NDA ഗവൺമെൻറ് തന്നെ വെച്ച ഈ നിയമ കമ്മീഷൻ പറഞ്ഞു അത് പറ്റില്ല, അത് ശരിയാവില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും വെച്ചു, കാരണം UCC നടപ്പിലാക്കണം ഇവർക്ക്. അതിന് നമ്മളൊക്കെ അപ്പോഴത്തേക്ക് നമ്മളെ ഫോർജമൊക്കെ ഉണ്ടായി. നമ്മൾ വിശദമായിട്ട് കൊടുത്ത റിപ്പോർട്ടിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഒന്ന് സ്ത്രീധനം പാടില്ല എന്ന് തന്നെയാണ്. വിവാഹത്തിൻ്റെ ഏജ് അതേപോലെ തന്നെ എല്ലാം നമ്മളതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ നമ്മൾ പല സെമിനാറുകളും ഡിബേറ്റുകളും ഒക്കെ കോളേജുകളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ലോ കോളേജിലൊരു നല്ല സെമിനാർ നമ്മൾ നടത്തി. അതേപോലെ 1-2 ആർട്സ് കോളേജുകളിൽ നടത്തിയിട്ടുണ്ട്. കുട്ടികൾ ചെറുപ്പക്കാരിതൊക്കെ അറിയണം എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇൻ്റർവ്യൂകൾ വരുന്നുണ്ട്, എഴുത്തുകൾ വരുന്നുണ്ട്. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഭരണാധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കുക, അതും വളരെ പ്രധാനമാണ്. ഭരണാധികാരികൾ, കാരണം ഇതൊരു കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് വാസ്തവത്തിൽ ഈ വ്യക്തി നിയമ പരിഷ്കാരവും. അതേപോലെ തന്നെ UCC എന്നൊക്കെ പറയുന്നത് UCC കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ കേരള ഗവൺമെൻറ്റിന് ഒരു UCC ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഉത്തരാഖണ്ഡിലൊക്കെ അവർ കൊണ്ടുവന്നല്ലോ, അത് BJPക്ക് അനുകൂലമായിട്ടാണ്. ഇവിടെ വേണമെങ്കിൽ വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു UCC കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ മുൻകൈ എടുക്കാം. അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ ഒരിക്കൽ ചോദിച്ചു. അതെനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ അവിടെ വന്നിട്ടേ ഇല്ലായിരുന്നു എന്നുള്ള നിലയിലായിരുന്നു റിപ്പോർട്ടിങ്ങൊക്കെ. ബാക്കി വന്നവരുടെയൊക്കെ പേരുണ്ടായിരുന്നു, ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ മാത്രമില്ല. അങ്ങനെ ആ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ UCCക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ സമയത്തും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഡൽഹി കോൺഫറൻസ്, SMA വിവാഹം, അതിനെപ്പറ്റി വിശദമായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. SMA വിവാഹം ഒരു പ്രതിരോധം മാത്രമാണ് വാസ്തവത്തിൽ. നേരത്തെ ഹക്ക് പറഞ്ഞു, പലരും അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവരുടെ ഭർത്താവ് പങ്കാളി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഒരു വേറെ പല വഴികളും നോക്കിയിട്ടുണ്ടാവും. കമ്പൈൻഡ് സ്വത്ത് ഒന്നിച്ച് രജിസ്റ്റർ ചെയ്യുക. അവസാനം വരുമ്പോൾ ഉപ്പാക്കൊരു അസുഖം വന്നു, പറമ്പ് വിൽക്കാൻ പറ്റുന്നില്ല, കാരണം മകളുടെ ഭർത്താവ് സമ്മതിക്കില്ല, അവരുടെ കമ്പൈൻഡ് സ്വത്താണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് SMA രജിസ്ട്രേഷൻ വന്നാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു. അതായത് അച്ഛനും അമ്മയും മക്കൾക്ക് സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൂട്ടുസ്വത്തായിട്ട് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ഉപ്പാക്ക് ഒരു ക്യാൻസർ വന്നു. എനിക്ക് പരിചയമുള്ള ഒരാളെ കഥയാണ് ഈ പറയുന്നത്. അയാൾ ആരോടൊക്കെയോ കടം ചോദിച്ചപ്പോൾ ഈ ഫ്രണ്ട്സ് പറഞ്ഞു, നിനക്ക് സ്വത്തുണ്ടല്ലോ, ഈ ഒരു ഇത് വിറ്റാൽ പോരെ. വിൽക്കാൻ നോക്കുമ്പോൾ മക്കൾ സമ്മതിക്കുന്നില്ല, മക്കളല്ല മക്കളുടെ ഭർത്താക്കന്മാർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്നുമില്ല. ഇതിലും മാറ്റങ്ങൾ വരുത്താനുണ്ടാവാം തീർച്ചയായിട്ടും. പക്ഷേ താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിരോധമാണിത്. ഇത് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. കാരണം വ്യക്തി നിയമ പരിഷ്കാരത്തിന് നമ്മുടെ പൗരോഹിത്യം വില്ലിങ് ആവുന്നില്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ കൂടി ഇവിടെയുള്ളവർ സ്വീകരിക്കും എന്നുള്ള ഒരു വാണിംഗ് കൂടി അതിലുണ്ട്. തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാലും പലർക്കും സംശയമുണ്ട്, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. അപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞാലും വില്ലേജ് ഓഫീസറുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത്, ഇത് കുട്ടികൾ നേരത്തെ ഉണ്ടായതല്ലേ, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഇപ്പോഴല്ലേ, ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മൾ ചെയ്തത് നിയമമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഒക്കെ കണ്ടിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഒരു സർക്കുലർ റിലീസ് ചെയ്ത് വില്ലേജ് ഓഫീസുകളിലും ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുണ്ടായതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വത്ത് വിഭജിക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് തന്നെ അനുസരിച്ചായിരിക്കും, പഴയതനുസരിച്ചായിരിക്കില്ല. ഇത്തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ SMA വിവാഹത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരിതിലാണ് പ്രധാനമായിട്ട് ഊന്നിക്കൊണ്ട് ഇന്നത്തെ ഇത് നടക്കുന്നത്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. സന്തോഷമുണ്ട്, ഇത്രയും ആളുകൾ ഇതിൽ അറ്റൻഡ് ചെയ്തതിലുള്ള വളരെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്.